പൂഞ്ഞാർ മണ്ഡലത്തിലേക്കാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മത്സരം അവിടെ പൂഞ്ഞാറിൽ നടക്കുകയാണ്. LDF-ന് വേണ്ടി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സിറ്റിംഗ് MLA, UDF-ന് വേണ്ടി സെബാസ്റ്റ്യൻ MJ, അതുപോലെ തന്നെ PC ജോർജ് NDA-ക്ക് വേണ്ടി BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നു. എന്തും സംഭവിക്കാം. എന്തായിരിക്കും സംഭവിക്കുക? ഇത് പ്രവചനാതീതമായ മത്സരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കട്ടയ്ക്കുള്ള മത്സരം. ഇപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ആദ്യം കേട്ട ഒരു കാര്യം, കോൺഗ്രസ് സ്ഥാനാർത്ഥി അത്ര ഒരു പരിചിതനല്ല, അദ്ദേഹം കൂടുതൽ നാളും വിദേശത്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം മണ്ഡലത്തിൽ ഓടിയെത്തി. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. PC ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂഞ്ഞാറിലെ എന്താ പറഞ്ഞത്, സിംഹം. പക്ഷേ കഴിഞ്ഞ തവണ തോറ്റുപോയി. അപ്പോൾ ഭയങ്കര വളരെ കടുത്ത മത്സരം. നമ്മൾ 6-23 ഓരോ ദിവസം 23 മുതൽ 30-30 തീയതി വരെ 6 തവണ 6 ഘട്ടങ്ങളിൽ വിസിറ്റ് ചെയ്ത് ഏകദേശം ഒരു 800-ഓളം സാമ്പിളുകൾ, വലിയ സാമ്പിൾ. കാരണം നമുക്ക് ഒരു ഘട്ടത്തിലും ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം, ആർക്കാണ് ഇത് മുൻതൂക്കം കൊടുക്കാമെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി UDF-ന് മേൽക്കൈയുണ്ട്. ഇപ്പം സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുമ്പോൾ അത് വലിയ രീതിയിലില്ല, പക്ഷേ പ്രതിപക്ഷത്തെ വിലയിരുത്തുമ്പോൾ നല്ല രീതിയിൽ വിലയിരുത്തുന്നു. അപ്പം മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയനേക്കാൾ VD സതീശന് മുൻതൂക്കം കിട്ടുന്നു. അപ്പോൾ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് പൊതുവെ അവിടെ UDF-ന് ഒരു മേൽക്കൈയുണ്ട്. ക്ലിയർ UDF എഡ്ജ് ഒരു UDF മണ്ഡലമാണ്. പക്ഷെ അവിടുത്തെ UDF ആണോ LDF ആണോ ജയിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് ഈ പൂഞ്ഞാർ. അപ്പോൾ ഈരാറ്റുപേട്ട, എരുമേലി പഞ്ചായത്ത്, മുണ്ടക്കയം, അപ്പോൾ ആ പ്രദേശങ്ങൾ, തീക്കോയി പഞ്ചായത്ത് എടുത്താൽ ഇവിടെയൊക്കെ മുസ്ലിം വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ എവിടെ N ബ്ലോക്കായി, അവിടെ ആ ഒരു പ്രത്യേകതയുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് N ബ്ലോക്കായി ഈ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നു. ജോർജിനെ തോൽപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവർക്കാണോ. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങൾ പറയുന്നത് ഈ റിസൾട്ട് പറഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരി. നമുക്ക് ആരാണ് പൂഞ്ഞാറിൽ ഇപ്പോൾ മുമ്പിൽ നോക്കാം. വരട്ടെ സ്കോർ. ബലാബലം ടൈറ്റ് ഫൈറ്റ് ആണ്. ബലാബലം ആരൊക്കെ തമ്മിൽ, LDF-ഉം UDF-ഉം തമ്മിലാണ്. PC ജോർജ് ചിത്രത്തിലില്ല. അപ്പോഴും അവിടെ അല്പം മുന്നിൽ UDF ആണോ? അവിടെ അല്പം മുന്നിൽ UDF ആണ്. ശ്രദ്ധിക്കേണ്ടത് ഈ സെബാസ്റ്റ്യൻ MJ എന്ന് പറയുന്ന ആള് വളരെ പെട്ടെന്നായിരുന്നു ഈ അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മുന്നേറ്റം നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് അദ്ദേഹം തലപ്പലം പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രസിഡന്റായിരുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിലല്ലോ. അല്ല, അത് ഇപ്പൊ പാലയിലാണ്. പഴയ പൂഞ്ഞാർ ഇപ്പൊ പാലയിലാണ്. മേലുകാവും തലപ്പലം ഇവിടുന്ന് മാറി പാലയിലേക്ക് പോയി. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ പ്രചരണ രംഗത്ത് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. മത്സരം അവിടെ ജനങ്ങൾക്കിടയിലും LDF UDF തമ്മിലാണെന്നൊരു സംസാരമുണ്ട്. അവിടെ PC ജോർജ് 3ാമതാണ് ഇത്തവണ. കാരണം കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു, താമര ചിഹ്നമല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഈ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, 41,000 വോട്ട് പിടിച്ചു. ജനപക്ഷം കേരള ജനപക്ഷം സെക്യുലർ, കേരള ജനപക്ഷം സെക്യുലർ ആണ്. ഇപ്പോൾ ആ സെക്യുലർ സ്വഭാവം ആ പേരില്ല. അദ്ദേഹം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് സെക്യുലറും അല്ല. അപ്പം ഞാനത് പറയാത്തതാണ്. അപ്പം താമര ചിഹ്നത്തിലും അല്ല, സ്വതന്ത്ര ചിഹ്നത്തിലും അല്ല മത്സരിക്കുന്ന, താമര ചിഹ്നത്തിലാണ്. മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. കടുത്ത മത്സരമാണ്. സിറ്റിംഗ് MLA വളരെ ജനകീയനാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. അദ്ദേഹത്തിനും അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. UDF ഒരു മുന്നേറ്റം വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള മാർജിൻ, 2.5% താഴെയാണ്. മാർജിൻ പറയാതിരിക്കുന്നതായിരിക്കും. കാരണം അവിടെ ഞാനീ പറഞ്ഞു ആർക്കാണ് മുൻതൂക്കം എന്ന് നോക്കി. അഖിൽ, കഴിഞ്ഞ തവണ അവിടെ, അതായത് കോട്ടയം DCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ടോമി കല്ലാനി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, 3ാമത് പോയ പൂഞ്ഞാറിൽ അത്ര മണ്ഡലത്തിൽ അത്ര പരിചിതനൊന്നും അല്ല. അല്ലെങ്കിൽ അങ്ങനെ മണ്ഡലത്തിൽ നേരത്തെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു എങ്കിൽ പോലും പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ കാരണം സിറ്റിംഗ് MLA PC ജോർജാണ് അന്ന് മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിക്കുന്നു. അദ്ദേഹം അത് സാധ്യമായി, എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മത്സരിച്ച് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ PC ജോർജ് എന്ന സിറ്റിംഗ് MLA-യും LDF UDF-ൽ ആർക്കാണ് മുൻതൂക്കമുള്ളത്. അപ്പം ജനങ്ങളുടെ മുമ്പിൽ 2 ഫേസുകൾ, PC ജോർജ് ഓർ രണ്ടാമത് ആരെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ PC ജോർജ് കുറച്ച് പിന്നിലേക്ക് പോയപ്പം മത്സരം ഈ പറയുന്നത് പോലെ LDF UDF-ലേക്ക് കട്ടക്ക് വന്നു. അപ്പോൾ ടൈറ്റ് ഫൈറ്റിലേക്ക് വന്നു. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ MJ സെബാസ്റ്റ്യന് മുന്നിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഈ BJP ചിഹ്നത്തിൽ മത്സരിക്കുന്ന PC ജോർജിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. ഇപ്പൊ FRCA വിവാദമൊക്കെ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയൊക്കെ പരസ്യമായ രംഗത്ത് വന്നു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള, സഭാ വോട്ടുകൾ നിർണ്ണയിക്കുന്ന, മുസ്ലിം വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന, നമ്മളവിടെ എരുമേലി, മുണ്ടക്കയം അല്ലെങ്കിൽ ഈരാറ്റുപേട്ട പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് സാമ്പിൾ എടുത്തിരുന്നു.
ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത മെയിൻ പോയിന്റ് ഇത്തവണത്തെ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ടാണ്. ഇത്തവണത്തെ മുസ്ലിം വോട്ടിന്റെ പാറ്റേൺ സംസ്ഥാനത്തുടനീളം ആണോ? അതെ, ആ ട്രെൻഡാണ് പൂഞ്ഞാറിൽ അങ്ങനെയാണെങ്കിൽ LDF അതൊരു റെഡ് സിഗ്നലോ ഡേഞ്ചർ സിഗ്നലോ. പക്ഷേ അതിനെ മറികടക്കാൻ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ വ്യക്തിബന്ധവും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5 വർഷ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ജനകീയതയും ഒരു പരിധി വരെ അതിനെ തടയാൻ സാധിക്കും. അപ്പോ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. പൂഞ്ഞാർ ഈസ് ടു ക്ലോസ് ടു കോൾ എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് ആർക്ക് മുൻതൂക്കം എന്ന് പറയുന്നില്ല. പൂഞ്ഞാറിൽ ടൈറ്റ് ഫൈറ്റ്.